ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് ഇപ്പം ഫെയർ 11നേക്കാളും പോപ്പുലറാണ്. സ്കിന്നിനെ കുറച്ചും കൂടി ഫെയർ ആക്കാനോ സ്കിന്നെ ലൈറ്റർ ആക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റു പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും അധികം ആൾക്കാരും ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ഗ്ലൂട്ടാത്തയോണിൻ്റെ കുറച്ച് ഫൈനർ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു സപ്ലിമെൻറ്റ് മാത്രമല്ല, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ടാണ്. നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്നുമുണ്ട്. പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഗ്ലൂട്ടാത്തയോൺ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടണം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും ഇത്തരത്തിലുള്ള ഗ്ലൂട്ടാത്തയോൺ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്. ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള ഭക്ഷണം എഫോർഡ് ചെയ്യാൻ പറ്റാറില്ല. അത്തരത്തിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും എല്ലാ നേരം കഴിക്കാനുള്ള ഡിസിപ്ലിനും അധികം ആൾക്കാർക്കും ഇല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ്സ് പോപ്പുലർ ആയിട്ടുള്ളത്. ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിരിക്കുന്ന ഒരു ടാബ്ലറ്റോ ഒരു ക്യാപ്സ്യൂളോ അത്തരത്തിലൊരു സപ്ലിമെന്റ് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൺവീനിയൻ്റ് ആണ്, എളുപ്പമാണ്, അധികം ആൾക്കാർക്കും അത് ഫോളോ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്കിനി ഗ്ലൂട്ടാത്തയോണിൻ്റെ കുറച്ച് ഫൈനൽ ഡീറ്റെയിൽസിലേക്ക് വരാം. നിങ്ങൾ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഗ്ലൂട്ടാത്തയോൺ ഏറ്റവും നല്ലത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കഴിക്കുന്നതാണ്. ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതിൽ ഗ്ലൂട്ടാത്തയോൺ മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള ന്യൂട്രിയൻസും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ആദ്യത്തെ പ്രാവശ്യം അത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും നിർബന്ധിക്കണം. ഇത് മാത്രമല്ല, ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫ് ആണോ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസും ഇതുവരെ നടത്തിയിട്ടുള്ളത് കുറവാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത് റെക്കമെൻഡഡ് അല്ല. 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് എടുക്കാം. കുറേ പേര് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് നിർത്തി കഴിഞ്ഞാൽ കളറ് വീണ്ടും പഴയതുപോലെ ഡാർക്ക് ആവുമോ ഇല്ല എന്നുള്ളത്. ഇതിന് 2 തരത്തിലുള്ള ആൻസർ ഉണ്ട്. ഷോർട്ട് ആൻസർ അതേന്നാണ്. നിങ്ങൾ എപ്പോഴാണോ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് നിർത്തുന്നത് ആ സമയം ചിലപ്പോൾ നിങ്ങളുടെ കളറ് പഴയതുപോലെ ഡാർക്ക് ആവാം. പഴയതിനേക്കാളും ഡാർക്ക് ആവില്ല, പഴയതുപോലെ ആവാം. പക്ഷേ അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ് നിർത്തിയാൽ അടുത്ത ദിവസം ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കളറ് പഴയതുപോലെ നോർമലിലേക്കൊന്നും ആവില്ല. നിങ്ങൾ സ്കിന്നിൻ്റെ കളറ് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി ഫെയർ ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആക്കാം, കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാം, കൂടുതൽ വെള്ളം കുടിക്കാം, ഫേസ് വാഷ് കൃത്യമായിട്ട് ഉപയോഗിക്കാം, മോയ്സ്ചറൈസർ ഉപയോഗിക്കണം, സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം, ഫേസ് സിറം നല്ലതാണ്. ഇതിനൊപ്പം ഗ്ലൂട്ടാത്തയോണിനും റോളുണ്ട്. നമ്മൾ ഗ്ലൂട്ടാത്തയോണിനെ ഒരു മോട്ടിവേറ്റർ ആയിട്ടാണ് കാണേണ്ടത്. ഇതിനോടൊപ്പം അത്യാവശ്യം എക്സസൈസും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിന്നിലേക്കുള്ള രക്തോട്ടം കൂടും. നമ്മുടെ ബോഡിയിലുള്ള മറ്റേത് ഓർഗൻസിനെ പോലും സ്കിന്നും ഹെൽത്തി ആവും. ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റർ റിസൾട്ട്സ് ഉണ്ടാവും. നിങ്ങളുടെ റിസൾട്ട്സ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗ്ലൂട്ടാത്തയോണും 8 വീക്സ് എടുത്തു, എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കളർ പെട്ടെന്ന് പഴയതുപോലെ നോർമൽ ഷെയ്ഡിലേക്ക് വരില്ല. പക്ഷേ അധികം ആൾക്കാർക്കും ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാറില്ല. സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി നിർത്തി വെറും ഒരു ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂട്ടാത്തയോണിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഗ്ലൂട്ടാത്തയോൺ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൂട്ടാത്തയോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഗ്ലൂട്ടാത്തയോണിൻ്റെ എഫക്റ്റ് സ്റ്റോപ്പ് ആവും. അന്നപ്പോൾ സ്കിന്ന് പഴയ ഷെയ്ഡിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അത് പെട്ടെന്നൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടാവാം, 2 ആഴ്ച കൊണ്ടാവാം, ചിലപ്പോൾ 1-2 മാസങ്ങൾ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഇഫക്റ്റ് നിങ്ങളുടെ സ്കിന്നിൽ കാണാം. ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വിനു ചോദിച്ചത് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ എത്ര കാലത്തേക്ക് എടുക്കണം എന്നുള്ളതാണ്. ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പല തരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക അധിക ക്ലിനിക്കൽ ട്രയൽസും സ്റ്റഡീസും നടത്തിയിട്ടുള്ളത് 12 ആഴ്ച സമയത്തേക്കാണ്. അപ്പോൾ 8 ആഴ്ച മുതൽ 12 ആഴ്ച, അതായത് 3 മാസം സമയം വരെയൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു ഡയറ്ററി സപ്ലിമെൻ്റ് ആണ്. അതായത് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടാത്ത ഗ്ലൂട്ടാത്തയോൺ ആണ് നമ്മൾ ടാബ്ലറ്റ് വഴി ക്യാപ്സ്യൂൾ വഴി നമ്മളുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാവരും 12 ആഴ്ച കഴിഞ്ഞിട്ട് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർ ഇത് സ്ഥിരമായി കഴിക്കാറുണ്ട്. അധികവും ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് സെലിബ്രിറ്റീസും പ്രൊഫഷണൽ മോഡൽസും ആക്ടേഴ്സും TV ഹോസ്റ്റ്, ആങ്കേഴ്സ് ഇങ്ങനെയുള്ളവരൊക്കെയാണ്.
പക്ഷേ നിങ്ങൾ 6 മാസത്തിലും കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഇത്തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കണം. കാരണം ഗ്ലൂട്ടാത്തയോൺ ലോങ് ടേം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, നമ്മളുടെ ബോഡിക്ക് അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ലോങ് ടേം ആയി ഗ്ലൂട്ടാത്തയോൺ കഴിക്കുന്ന അധികം ആൾക്കാർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യണം. ആ ടെസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മുമ്പേ ചെയ്ത ടെസ്റ്റുകളും ഇപ്പോൾ ചെയ്ത ടെസ്റ്റിൻ്റെ വാല്യൂസിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. വത്സലകുമാർ ചോദിച്ചത് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യുമോ എന്നുള്ളതാണ്. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഓർഗൻസ് ഉണ്ട്. അതിൽ ലിവറിനെയാണ് നമ്മൾ ഡീടോക്സിഫൈയിങ് ഓർഗൻ എന്ന് പറയുന്നത്. ഗ്ലൂട്ടാത്തയോണും ലിവർ ചെയ്യുന്നത് പോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മളുടെ ബോഡിയിൽ എത്തുന്ന എന്ത് തരത്തിലുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിലും മരുന്നാണെങ്കിലും സപ്ലിമെൻ്റ് ആണെങ്കിലും അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നതും മെറ്റബോളിസം നടക്കുന്നതെല്ലാം ലിവറിലാണ്. ആ ലിവറിലാണ് അപ്പോൾ ടോക്സിൻസ് ഉണ്ടാവും. ആ ടോക്സിൻസിനെ നമ്മളുടെ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ള കഴിവും ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ ഗ്ലൂട്ടാത്തയോൺ ഫെയർ സ്കിന്നിന് വേണ്ടി മാത്രമല്ല. ഗ്ലൂട്ടാത്തയോൺ നമ്മളുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സാധിക്കും. ഓക്സിഡേറ്റീവ് ഫ്രീ റാഡിക്കൽസ് കാരണമുള്ള ഡാമേജസ് കുറയ്ക്കാൻ സാധിക്കും. നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ചെറിയ രോഗാണുക്കളെ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവും ഗ്ലൂട്ടാത്തയോൺ നമുക്ക് തരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാനും ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുൾ ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. അടുത്ത ചോദ്യം സൽമ മുഹമ്മദ് സാദിഖാണ് ചോദിച്ചത്. സൽമ ചോദിച്ചത് ആസ്മ ഉള്ള പേഷ്യൻസിന് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. ഗ്ലൂട്ടാത്തയോണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ചിലർക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. അത് ചിലപ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷൻസ് ആവാം. ചിലർക്ക് അലർജി വരുന്ന സമയത്ത് ശ്വാസമുട്ടലുണ്ടാവാം. കാരണം നമ്മൾ ശ്വസിക്കുന്ന എയർ കയറി പോകുന്നത് ട്രെക്കിയ വഴിയും ട്രെക്കിയെന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ള ബ്രോങ്കസ് വഴിയൊക്കെയാണ്. ഈ ബ്രോങ്കസിൽ കൺസ്ട്രിക്ഷൻസ് ചിലവർക്ക് അലർജിക് റിയാക്ഷൻസിന് സമയത്ത് ഉണ്ടാവാം. ഇങ്ങനെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലും ആസ്മാറ്റിക് പേഷ്യൻസിനാണ്. അതുകൊണ്ട് നിങ്ങൾ ആസ്മാറ്റിക് ആണ്, നിങ്ങൾ നിങ്ങളുടെ ആസ്മയ്ക്ക് വേണ്ടി ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നുണ്ട്, ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അഥവാ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് കഴിച്ചേ മതിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക. ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിൽ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് എടുക്കാം. ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് എടുത്തതിന് ശേഷം ചിലർക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ബ്രീത്തിങ് പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആസ്മാറ്റിക് പേഷ്യൻസ് സൂപ്പർവിഷനിൽ എടുക്കാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. തന്മയ ഇതേപോലെ ചോദിച്ചത് തൈറോയ്ഡ് രോഗങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്നവർക്ക് ഗ്ലൂട്ടാത്തയോൺ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം അതേതാണ്. തൈറോയിഡിൻ്റെ അസുഖത്തിന് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഗ്ലൂട്ടാത്തയോൺ എടുക്കാം. 2 ടാബ്ലറ്റും ഒരുമിച്ച് കഴിക്കാതെ ഇരുന്നാൽ മതി. തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് അധികം രാവിലെയാണ് കഴിക്കാറ്. ഗ്ലൂട്ടാത്തയോൺ നിങ്ങൾക്ക് നൈറ്റിൽ കഴിക്കാം, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഗ്യാപ്പ് ഉണ്ടായാൽ മതി. ഇനി അധികം ആൾക്കാർക്ക് പറയേണ്ടത് മറ്റൊരു കാര്യം ഗ്ലൂട്ടാത്തയോണിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ്. ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നവർക്ക് അധികം സൈഡ് എഫക്ട്സ് റിപ്പോർട്ട് ചെയ്യാറില്ല, വളരെ റെയർ ആണ്. ചിലർക്ക് നേരത്തെ പറഞ്ഞ പോലെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. ചിലർക്ക് അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ആയിരിക്കാം, വയറുവേദന പോലെ ഉണ്ടാവാം, നോസിയ, വൊമിറ്റിംഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ബ്ലോട്ടിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, തലവേദന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 500 മില്ലിഗ്രാമിലും കൂടുതൽ ഡോസിൽ ഗ്ലൂട്ടാത്തയോണൊക്കെ കഴിക്കുന്നവർക്ക് അബ്ഡോമിനൽ പെയിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബ്ഡോമിനൽ ക്രാംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്, ഡോക്ടറെ കാണേണ്ടതാണ്. ഡോക്ടറിൻ്റെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇനി അടുത്ത ചോദ്യം, ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് പലതും മാർക്കറ്റിലുണ്ട്, ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളതാണ്. ഇത് സത്യം പറഞ്ഞ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എല്ലാ തരത്തിലുള്ള ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ 2 തരത്തിലുള്ള ബ്രാൻഡ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിലൊന്ന് ഇതാണ്, ഗ്ലോ എന്നാണ് പേര്. ഷീക്ക് ന്യൂട്രിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് ഗ്ലോ. ഞാൻ അവസാനം ചെയ്ത ഗ്ലൂട്ടാത്തയോണിൻ്റെ വീഡിയോ ഈ ടാബ്ലറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഇഫർവെസൻ ടാബ്ലറ്റ്സ് ആണ്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു വരും, അത് എളുപ്പത്തിൽ കുടിക്കാൻ സാധിക്കും. ഇഫർവെസൻ ടാബ്ലറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും. നമ്മൾ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ഗമ്മീസ് അവൈലബിൾ ആണ്, ക്യാപ്സ്യൂൾസ് അവൈലബിൾ ആണ്. ഇതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത്തരത്തിലുള്ള ഇഫർവെസൻ ടാബ്ലറ്റ്സ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എത്ര ഗ്ലൂട്ടാത്തയോൺ ആണോ ഓരോ ടാബ്ലറ്റിൽ അടങ്ങിയിരിക്കുന്നത് അത് കൃത്യമായി കുറച്ചും കൂടി എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഗ്ലോനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തതിന് ശേഷം കുറേ പേര് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവരുടെ പോസിറ്റീവ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ കമൻസിൽ തന്നെ വായിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ് ഞാൻ കഴിച്ചത് 2018 അന്ന് എനിക്ക് ഗ്രേഡ് 3 ഫാറ്റി ലിവറിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് കഴിച്ചത്. അതേത് ബ്രാൻഡാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. 1 മാസത്തേക്കായിരുന്നു ഞാൻ കഴിച്ചത്. ഏറ്റവും ബെസ്റ്റ് ഗ്ലൂട്ടാത്തയോൺ കണ്ടുപിടിക്കാൻ നിങ്ങൾ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഈ വീഡിയോൻ്റെ താഴെയും കമൻറ്റ് ചെയ്യുക. നമ്മളുടെ മറ്റു വ്യൂവേഴ്സിന് അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിനി
ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് കൂടുതൽ എന്താണ് അറിയേണ്ടത്, അതും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.